എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കുറേ നാളായല്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഇന്ന് നല്ലൊരു ലഞ്ചും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ ഞാൻ കുറേ മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട്. സവോള ആവശ്യത്തിനെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും ചതച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ റൈസ്, ബസുമതി റൈസ് വേവിച്ചും വെച്ചിട്ടുണ്ട്. പിന്നെ സോയ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടതെല്ലാം നമുക്ക് വഴിയെ എടുക്കാം. ആദ്യം നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള മുട്ടക്കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഒരു റിച്ച് ലുക്കൊക്കെ തരുന്ന അടിപൊളി ഒരു മുട്ടക്കറിയാണ്. എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു 2-3 സവോളയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു ബ്രൗൺ കളർ ആകാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ പച്ചമുളക് ഒരു 2-3 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഒരു തക്കാളി വലുത് നന്നായിട്ട് നന്നായിട്ട് പഴുത്ത് വരുന്നേ ഉള്ളൂ എങ്കിലും ആ ഒരു തക്കാളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി ചേർക്കുക. നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം. ഇടയ്ക്ക് അടച്ചൊക്കെ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ടീസ്പൂണാണ് കേട്ടോ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ പിന്നെ നമ്മുടെ മീറ്റ് മസാല, ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ പച്ചമണം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പരുവം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ കുറേ നേരം വഴറ്റിയിട്ട് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ മസാല നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ സെയിം ചട്ടിയിലോട്ട് തന്നെ ഞാനിത് അരച്ച് നമ്മുടെ ഇത് യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി വേറെ സവോളയോ അങ്ങനെ വഴറ്റി കൊടുക്കുകയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ചെറുതായിട്ടൊന്ന് വിണ്ടുകീറി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തേങ്ങാപ്പാലാണ്. നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി 1-2 കാര്യങ്ങളും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മുടെ മല്ലിയിലയും പുതിനയിലയാണ്. അത് അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റായിരിക്കും. നമ്മുടെ മുട്ടക്കറി റെഡി. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് പോലെ ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് നെയ്യ് കുറച്ച് യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ റൈസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുമൊന്നും വേണ്ട. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ചോറ് ഓൾറെഡി നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് ചില്ലി സോസാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എല്ലാം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് 1 ടേബിൾ സ്പൂൺ അളവിൽ വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ റിച്ചായിട്ട് തോന്നിക്കുന്ന ഒരു അടിപൊളി റൈസാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച റൈസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസ് വേവിക്കുമ്പം ഒരു 80% പരുവത്തിൽ വേവിച്ചെടുത്താൽ മതി. പിന്നെ നമുക്കിതിൻ്റെ കൂടെ ഇരുന്നൊന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ടതല്ലേ. അപ്പോൾ റൈസ് ഞാൻ ഉപ്പും ഓയിലും നമ്മുടെ സ്പൈസസും എല്ലാം കൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ള ചോറ് കൂടി ഇട്ടിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നല്ല പോലെ നമ്മുടെ റൈസും സോസും വെജിറ്റബിൾസും എല്ലാം കൂടി നല്ല മിക്സായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടായിരുന്നു. അപ്പം അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമുക്ക് ക്യാപ്സിക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മല്ലിയിലയോ പുതിനയിലയോ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോയ ഒന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതാ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒരു ചീനച്ചട്ടിയിൽ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പം 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവോള കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ, അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സോയ ഇങ്ങനെ കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിനുശേഷം നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സോയ ഉണ്ടല്ലോ, അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മിക്സിംഗ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഇടയ്ക്ക് തുറന്ന് ഇളക്കി നമ്മൾ വേവിച്ച് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ്സായെന്ന് തോന്നുന്നു. ഇതുപോലെ ഇടയ്ക്ക് അടച്ച് വെച്ചും തുറന്നു വെച്ചും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ഭാഗം സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ഗരം മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുക. വീണ്ടും ഇതുപോലെ തന്നെ കുറേ നേരം തുറന്നും അടച്ചും ഇളക്കി കൊടുത്ത് നല്ല സെറ്റാക്കി എടുക്കുക. എത്രത്തോളം നമുക്ക് പതുക്കെ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് വരും. നമ്മളിവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട്. ഇനിയും ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. അത്തിരി ഫ്രൈ ആയി കഴിയുമ്പോൾ നല്ല കറുത്ത് കിട്ടും. അപ്പോൾ നമ്മുടെ അടിപൊളി ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി വിട്ട് കിടക്കുന്ന നല്ല അടിപൊളി ഫ്രൈഡ് റൈസും സോസൊക്കെ ആവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ. ഓവർ ടേസ്റ്റ് ആവരുത്. നല്ല കിടില മുട്ടക്കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ സോയയും കൂടി കൂട്ടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നോ, പിന്നെ ആ ഒരു ദിവസം വേറൊന്നും കഴിക്കണ്ട. പിന്നെ നമ്മൾ വേറെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അച്ചാർ കയ്യിലുണ്ട്. ഇതൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചു. പപ്പടമൊന്നും എടുത്തിട്ടില്ല. ഒരു മുട്ടക്കറിയും പിന്നെ നമ്മുടെ സോയയും സാലഡും പിന്നെ ഒരു മീനച്ചാറും കൂട്ടി അടിപൊളിയായിരുന്നു ഇന്നത്തെ ലഞ്ച്. എല്ലാവരും ഇതുപോലെയൊക്കെ എളുപ്പപ്പണി ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് തരണം കേട്ടോ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.